Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിലെ ടോപ്പിക് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ എലമെൻറ്റ്സ്. അതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. മീനിങ് ഓഫ് ഫിനാൻഷ്യൽ എലമെൻറ്റ്സ്. ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് സിംപ്ലി മീൻ ദ എലമെൻറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലുള്ള ഓരോ കാര്യങ്ങളെയാണ് അതിൻ്റെ ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിലടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഘടകങ്ങൾ, അതിനെ തന്നെയാണ് ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എലമെന്റ്സ് ഫ്രം വിച്ച് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് അതർ ഫോംസ് ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ആർ ടു ബി കൺസ്ട്രക്റ്റഡ്. ഏതിൽ നിന്നാണോ ഓരോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളോ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കുമല്ലോ നമ്മൾ സ്റ്റേറ്റ്മെന്റും റിപ്പോർട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ അടിസ്ഥാനമായി കണ്ടത് എന്താണോ അതിനെ തന്നെയാണ് അതിൻ്റെ എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ബേസിസിൽ പറയുമ്പോൾ അത് ഫിനാൻഷ്യൽ എലമെന്റ്സ് ആയിട്ട് മാറുന്നു. ഇനി ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. 10 ഫിനാൻഷ്യൽ എലമെന്റ്സ് ഉണ്ട് എന്നുള്ളതാണ് FASB എന്ന് പറയുന്നത്. അതായത് 5 എലമെന്റ്സ് ആർ ഓഫ് ദ ബാലൻസ് ഷീറ്റ് ആൻഡ് ദ അതർ 5 ഓഫ് ദ ഇൻകം സ്റ്റേറ്റ്മെന്റ്. ബാലൻസ് ഷീറ്റിലത്തെ 5 എലമെന്റും അതേപോലെ ഇൻകം സ്റ്റേറ്റിലെ 5 എലമെന്റും ആൻഡ് സ്റ്റേറ്റഡ് ഓൺലി 5 എലമെന്റ്സ്. എന്നാലും IASB സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന ഓൺലി 5 എലമെന്റ്സ് മാത്രമാണ്. അതായത് ബാലൻസ് ഷീറ്റിലത്തെ എലമെന്റ്സും 3 എലമെന്റ്സ് ബാലൻസ് ഷീറ്റിൽ നിന്നും ബാക്കി 2 എണ്ണം ഇൻകം സ്റ്റേറ്റ്മെന്റിനാണ്. അപ്പം നമ്മൾ അറിയേണ്ട കാര്യം, ഫിനാൻഷ്യൽ എലമെന്റ്സ് മൊത്തത്തിൽ 10 എണ്ണമാണ്. അതിൽ ആദ്യത്തെ 5 എണ്ണം എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൽ നിന്നും ബാക്കി 5 എണ്ണം ഇൻകം സ്റ്റേറ്റ്മെന്റിലാണ്. പക്ഷെ IASB സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് 5 എണ്ണം മാത്രമേ എടുത്തുള്ളൂ. അതിൽ 3 എണ്ണം ബാലൻസ് ഷീറ്റിൽ നിന്നും 2 എണ്ണം ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നിന്നുമാണ്. ആൻഡ് 5 എലമെന്റ്സ് കവർ ഓൾ ദ 10 എലമെന്റ്സ് പ്രിസ്ക്രൈബ്ഡ് ബൈ FASB. അത് എന്തുകൊണ്ടാണ് ഈ 5 എണ്ണം സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുത്തിരിക്കുന്ന ആ ടോട്ടൽ 10 നമ്പേഴ്സ്, ആ എലമെന്റ്സിൽ ഈ 5 എണ്ണം സെലക്ട് ചെയ്യുമ്പോൾ തന്നെ മറ്റതെല്ലാം ഓൾറെഡി അത് കവർ ചെയ്ത് പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ് ഇൻ പെർട്ടിക്കുലർ, IASB's ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അപ്പിയേഴ്സ് റാഷണൽ. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, IASB പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണ് 5 എലമെന്റ്. ബാലൻസ് ഷീറ്റിൽ നിന്ന് 3 എണ്ണം അല്ലേ, അസറ്റ്, ലയബിലിറ്റി, ഇക്വിറ്റി. പിന്നെ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് ഇൻകവും എക്സ്പെൻസും. അങ്ങനെ 5 എണ്ണത്തിനെയാണ് എടുത്തിരിക്കുന്നത്. ഓഫ് ദ 5 എലമെന്റ്സ്, ദ ഫസ്റ്റ് 3 ആർ റിലേറ്റഡ് ടു ബാലൻസ് ഷീറ്റ് ആൻഡ് ദ ലാസ്റ്റ് 2 ആർ റിലേറ്റഡ് ടു ദ ഇൻകം സ്റ്റേറ്റ്മെന്റ്. ടോട്ടൽ 5ൽ അതിൽ 3 എണ്ണം ബാലൻസ് ഷീറ്റിൽ നിന്നും 2 എണ്ണം ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നുമാണ് എടുത്തിരിക്കുന്നത്. ഫിനാൻഷ്യൽ എലമെന്റ്സിന്റെ ഡെഫിനേഷൻ എന്താണെന്നുള്ളത് നോക്കാം, എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് അസറ്റ്. എന്താണ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദീസ് ആർ ദ റിസോഴ്സസ് കൺട്രോൾഡ് ബൈ ആൻ എൻറ്റിറ്റി ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഈവൻറ്റ്സ് ആൻഡ് ഫ്രം വിച്ച് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ഫ്ലോ ടു ദ എൻറ്റിറ്റി. അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആസ്തിയാണ്. അപ്പോൾ അതൊരു റിസോഴ്സാണ്. ഒരു എൻറ്റിറ്റി കൺട്രോൾ ചെയ്യപ്പെടുന്ന റിസോഴ്സുകളും അതിൻ്റെ ഫലമായിട്ട്, അതായത് പാസ്റ്റ് ഈവൻറ്റുകൾ എന്തൊക്കെയാണോ നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ മുന്നേ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ റിസൾട്ട് എന്നോണം നമ്മുടെ കയ്യിലുള്ളതെല്ലാം അസറ്റ് തന്നെയാണ്. ഇനി അതിൽ നിന്നുകൊണ്ട് വേണം നമ്മളെ ഫ്യൂച്ചറിൽ എക്കണോമിക് ബെനിഫിറ്റ് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനെയാണ് അസറ്റ് എന്ന് പറയുന്നത്. ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ഒബ്ലിഗേഷൻസ് ആണ്. ഇപ്പം നിലവിൽ ഒരു കമ്പനിക്ക് ആരോടെല്ലാം ബാധ്യത ഉണ്ട് എന്നുള്ളത് കാണിക്കുകയാണ് പറയുന്നത്. അറൈസിങ് ഫ്രം ദ പാസ്റ്റ് ഈവൻറ്റ്സ്, മുന്നേ നടന്ന ചില ട്രാൻസാക്ഷൻ്റെ ഫലമായിട്ട് കമ്പനിക്ക് പ്രസൻ്റ്ലി പല തരത്തിലുള്ള ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാണ്ട്, സെറ്റിൽമെൻറ്റ് ഓഫ് വിച്ച് എക്സ്പെക്റ്റഡ് ടു റിസൾട്ട് ഇൻ ആൻ ഔട്ട്ഫ്ലോ ഫ്രം ദ എൻറ്റിറ്റി റിസോഴ്സ് എംബോഡിയിങ് എക്കണോമിക് ബെനിഫിറ്റ്. അപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, നമുക്ക് അതിൻ്റെ ഫലമായി ചില ഔട്ട്ഫ്ലോ ഉണ്ടായിട്ടുണ്ട് അല്ലേ, ഫ്രം ദ എൻറ്റിറ്റിയിൽ നിന്ന് കുറച്ച് ഔട്ട്ഫ്ലോ ഉണ്ടായിട്ടുണ്ട്, റിസോഴ്സസ് എംബോഡിഡ് എക്കണോമിക് ബെനിഫിറ്റ്. അപ്പോൾ ലയബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫേമിനുള്ള മറ്റുള്ളവരോടുള്ള ബാധ്യതയും, അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫേമിലുള്ള നമ്മുടെ ആസ്തിയുമാണ്. ഇനി ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിജ്വൽ ഇൻട്രസ്റ്റ് ഇൻ ദ അസറ്റ് ഓഫ് ആൻ എൻറ്റിറ്റി. നമ്മുടെ എൻറ്റിറ്റി എന്ന് പറയുന്നത് കോർപ്പറേഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷനെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസിനൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അസറ്റ്, അതിൻ്റെ മുകളിലുള്ള ആ ഒരു ഇൻട്രസ്റ്റിനെ, റെസിജ്വൽ ഇൻട്രസ്റ്റിനെ തന്നെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഓൾ ഓഫ് ദ ലയബിലിറ്റീസ്, എല്ലാ ലയബിലിറ്റിയും ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള അസറ്റിൻ്റെ മുകളിലുള്ള ഒരു ഇൻട്രസ്റ്റിനെ തന്നെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ പറയുന്ന വേറൊരു പേരാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. ഈ 3 എലമെൻറ്റും നമുക്കറിയാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ബാലൻസ് ഷീറ്റിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇനി 2 എലമെൻറ്റുകൾ എന്താ, ഇൻകവും എക്സ്പെൻസും ആണ്. ഇൻകം ഈസ് ദ ഇൻക്രീസ് ഇൻ എക്കണോമിക് ബെനിഫിറ്റ് ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് പീരീഡ് ഇൻ ദ ഫോം ഓഫ് ഇൻഫ്ലോ ഓർ എൻഹാൻസ്മെൻറ്റ് ഓഫ് അസറ്റ് ഓർ ഡിക്രീസ് ഓഫ് ലയബിലിറ്റി ദാറ്റ് റിസൾട്ട് ഈസ് ആൻ ഇൻക്രീസ് ഇൻ ഇക്വിറ്റി. അപ്പോൾ ഇൻകം, വരുമാനം എന്ന് പറയുന്നത് എന്താ, നമ്മുടെ എക്കണോമിക് ബെനിഫിറ്റ് കൂടുക.
ഒരു അക്കൗണ്ടിങ് പീരീഡിൽ നമ്മുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ ഇൻക്രീസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് നമ്മുടെ വരുമാനം കൂടുകയോ നിലവിലുള്ള ബാധ്യത കുറയുകയോ ചെയ്യുമ്പോൾ അതിനെ തന്നെയാണ് ഇൻകം എന്ന് പറയുന്നത്. ഹവർ ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ കോൺട്രിബ്യൂഷൻ ഫ്രം ഇക്വിറ്റി പാർട്ടിസിപ്പൻസ്. അതിൽ ഇക്വിറ്റി പാർട്ടിസിപ്പൻസിനുള്ള കോൺട്രിബ്യൂഷൻസ് ഒന്നും ഉൾപ്പെട്ടിട്ടില്ല. ഇൻകം പറയുന്നത് എന്താണ്? റവന്യൂ ഗെയിൻസും ആണ്. റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസിന്റെ നടത്തിപ്പിൽ സാധാരണയായി സംഭവിക്കുന്ന ചില വരുമാനങ്ങൾ, അതിനെയാണ് റവന്യൂ എന്ന് പറയുന്നത്. പക്ഷേ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നമ്മുടെ എന്തെങ്കിലും നോൺ കറണ്ട് ആയിട്ടുള്ള അസറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നതിന്റെ ഭാഗമായി നമുക്ക് ഉണ്ടാവുന്ന നേട്ടങ്ങളെയാണ് ഗെയിൻസ് എന്ന് പറയുന്നത്. റവന്യൂ എന്ന് പറയുമ്പം ഇപ്പം നമ്മൾ ഫേമിൽ കുറേ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, അത് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു വരുമാനം കിട്ടുന്നു, അതാണ് റവന്യൂ എന്ന് പറയുന്നത്. കാരണം ബിസിനസ് ആകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്താണ്? സെയിൽ ഓഫ് ഗുഡ്സോ സർവീസോ ഉണ്ടാവുന്നു. അതാണ് ബിസിനസിന്റെ നോർമൽ കോഴ്സ് ഓഫ് ആക്ടിവിറ്റിയാണ്. അതിൽ നിന്നുണ്ടാകുന്ന വരുമാനമാണ് റവന്യൂ എന്ന് പറയുന്നത്. ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു മെഷീനറി നമ്മൾ സെയിൽ ചെയ്യുന്നു, അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ ലാൻഡ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്, 1,00,000 ലാൻഡ് ആണെങ്കിൽ അത് കൊടുക്കുമ്പോൾ നമുക്ക് 2,00,000 കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ 1,00,000 നമ്മുടെ ഗെയിൻ ആണ്. ഇൻകം ഓൾസോ ഇൻക്ലൂഡ് അൺറിയലൈസ്ഡ് ഗെയിൻസ് സച്ച് ആസ് ഗെയിൻസ് ഓൺ റിവാലുവേഷൻ ഓൺ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. അല്ലെങ്കിൽ നമ്മളൊരു 10,000 റുപ്പീസിന്റെ ഷെയർസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ഒരു 15,000 കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ 5,000 എന്താണ്? ഗെയിൻ ആണ്. അപ്പം നോൺ കറണ്ട് അസറ്റ് ഡിസ്പോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതിൽ നിന്ന് വരുമാനം വരികയോ ഓൾസോ ഇൻക്ലൂഡ്സ് അൺറിയലൈസ്ഡ് ആയിട്ടുള്ള ഗെയിൻസും അതിൽ പെടുന്നുള്ളതാണ് പറയുന്നത്. സെക്യൂരിറ്റി മാർക്കറ്റ് ചെയ്യുന്നതിൻ്റെ റീവാലുവേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഗെയിൻസും അതിൽ പെടുന്നുണ്ട്. അപ്പോൾ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്കണോമിക് ബെനിഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന എന്തിനേയും ഇൻകം എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാനുള്ള ലയബിലിറ്റി ഡിക്രീസ് ആകുമ്പോഴും അത് ഇൻകമായിട്ട് തന്നെ കണക്കാക്കാം. എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എക്കണോമിക് ബെനിഫിറ്റ് അവിടെ ഡിക്രീസ് ആവുകയാണ്, കുറയുകയാണ്. ഒരു അക്കൗണ്ടിങ് പീരീഡിൽ അതിൻ്റെ ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ ഡിപ്ലീഷൻ, അസറ്റുകളെല്ലാം ഡിപ്ലീഷൻ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ വാല്യൂ അവിടെ കുറയുക. ഇൻകറൻസ് ഓഫ് ലയബിലിറ്റി, പെട്ടെന്ന് ബാധ്യതകൾ കൂടുക, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവിടെ ഇക്വിറ്റി എന്തായിരിക്കും? ഡിക്രീസ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് പറയുന്നത്. സോ ദീസ് ഡു നോട്ട് ഇൻക്ലൂഡ് ദ ഡിസ്ട്രിബ്യൂഷൻ മെയ്ഡ് ടു ദ ഇക്വിറ്റി പാർട്ടിസിപ്പൻസ്. അതുകൊണ്ട് തന്നെ എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ലോസും അതിൽ പെടാം. നമുക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങളും എന്തുതന്നെയാണ്? എക്സ്പെൻസ് ആണ്, ചിലവായിട്ട് കണക്കാക്കാം. ഇതെല്ലാം നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നിന്നാണ് കിട്ടുന്നത്. ഈ 2 എലമെന്റ്, ഇൻകവും എക്സ്പെൻസും. അതെങ്ങനെയാണ്? നമ്മുടെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ആൻ എൻറ്റിറ്റി എന്ന് പറയുന്നത് പ്രസന്റ് ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് കോംപ്രിഹെൻസീവ് ഇൻകം, എല്ലാ തരത്തിലുള്ള ഇൻകം കാണിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. അതിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് വരും, അതായത് ഇൻകം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ പ്രോഫിറ്റ് ഓർ ലോസ് വരും. പിന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അതർ കോംപ്രിഹെൻസീവ് ഇൻകം എന്ന് പറഞ്ഞിട്ട് 2 സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റുകളും വരും. ഇൻസ്റ്റെഡ് ഓഫ് പ്രിപ്പയറിംഗ് 2 സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഇറ്റ് മേ പ്രിപ്പയർഡ് ഇൻ 1 സ്റ്റേറ്റ്മെന്റ്. അതിനെയാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് കോംപ്രിഹെൻസീവ് ഇൻകം എന്ന് പറയുന്നത്. പക്ഷെ അതിന് 2 സെക്ഷൻ ആയിട്ടായിരിക്കും കാണിക്കുക. നമ്മൾ 2 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കാണിക്കുന്നതിന് പകരം ഒരേ സ്റ്റേറ്റ്മെന്റിൽ തന്നെ 2 സെക്ഷൻ ആയിട്ട് തന്നെ കാണിക്കുന്നു. അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ആർ ദ ഫണ്ടമെന്റൽ മെറ്റീരിയൽ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അസറ്റും ലയബിലിറ്റിയും എന്തായാലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഫണ്ടമെന്റൽ മെറ്റീരിയൽ തന്നെയാണ്. ഇൻകവും എക്സ്പെൻസും എന്താണ്? ജസ്റ്റ് കൊടുക്കുന്ന ഒരു പേര് മാത്രമാണ്. അതായത് ഫണ്ടമെന്റൽ ഐറ്റത്തിന്റെ ആ ചേഞ്ചസ് കാണിക്കാൻ വേണ്ടി കൊടുക്കുന്ന പേര് മാത്രമാണ് ഇൻകം ആൻഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് റെക്കഗ്നീഷൻ ഓഫ് എലമെന്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ എലമെന്റ്സിനെ എങ്ങനെയാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? എന്താണ് റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ഐറ്റം ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഓരോ ഐറ്റത്തിനെയും എങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു എന്ന പ്രോസസ്സിനെയാണ് റെക്കഗ്നീഷൻ എന്ന് പറയുന്നത്. എ ട്രാൻസാക്ഷൻ ക്യാൻ ബി റെക്കോർഡ് ഇൻ ദ ബുക്ക് ഓൺലി വെൻ ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ്. ഒരു ട്രാൻസാക്ഷനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ മാത്രമാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നുള്ളൂ. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഏത് ഐറ്റത്തിനെയാണോ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അതിനെ തന്നെയാണ് റെക്കഗ്നീഷൻ എന്ന് പറയുന്നത്. ഇനി ആ റെക്കഗ്നീഷന്റെ മീനിങ് ഇവിടെ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻകോർപ്പറേറ്റിംഗ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ or statement of comprehensive income an item that meets the definition of an element and satisfy the criteria for recognition. Recognition എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടാം. ഫിനാൻഷ്യൽ പൊസിഷനിലോ അതല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് ഇൻകം സ്റ്റേറ്റ്മെന്റിലോ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുക, അതിനോട് കൂട്ടിച്ചേർക്കുക. an item that meets definition, ഒരു എലമെന്റിന്റെ ഡെഫിനേഷൻ എന്താണോ
അതിനെ നമ്മൾ അതിൽ കണ്ടെത്തുകയും അത് നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടുത്തുകയും ചെയ്യുകയോ ആ റെക്കഗ്നേഷൻ നടത്താനുള്ള ക്രൈറ്റീരിയ അത് സാറ്റിസ്ഫൈ ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ തന്നെയാണ് റെക്കഗ്നേഷൻ എന്ന് പറയുന്നത്. ഇനി ആ എലമെന്റ്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അസറ്റ് ഉണ്ട്, ലയബിലിറ്റി ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ, അസറ്റും ലയബിലിറ്റിയും ഇക്വിറ്റിയും ഇൻകവും എക്സ്പെൻസുകളൊക്കെ, അതൊക്കെയാണ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓൺലി ഇഫ്. ഇനി എപ്പോഴാണ് ഇതിനെ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത്? ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് എനി ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് അസോസിയേറ്റഡ് വിത്ത് ഐറ്റം വിൽ ഫ്ലോ ടു ഓർ ഫ്രം ദ എൻറ്റിറ്റി. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഇത് ഒന്നില്ലെങ്കിൽ പുറത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ പുറത്തു നിന്ന് ഉള്ളിലേക്ക് വരികയോ ചെയ്യുക, അതിന്റെ ഫ്ലോ ഉണ്ടായിരിക്കാം. അതുമൂലം നമുക്ക് എന്തെങ്കിലും ഒരു എക്കണോമിക് ബെനിഫിറ്റ് ഫ്യൂച്ചറിൽ അസോസിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നുള്ളൂ. ദ ഐറ്റം ഹാസ് കോസ്റ്റ് ഓർ വാല്യൂ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് വിത്ത് റിലയബിലിറ്റി. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഐറ്റത്തിന് ഒരു കോസ്റ്റ് ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഒരു വാല്യൂ ഉണ്ടായിരിക്കുക. ഇനി അതുണ്ടെങ്കിൽ തന്നെ അത് മെഷർ ചെയ്യാൻ സാധിക്കണം. വിശ്വസനീയമായ രീതിയിൽ മെഷർ ചെയ്യപ്പെടുന്ന ഐറ്റം എന്താണോ അതിനൊരു കോസ്റ്റോ അല്ലെങ്കിൽ വാല്യൂ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ, ഇതാണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു, റെക്കഗ്നീഷൻ്റെ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നതും ഓരോ എലമെൻറ്റും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നതും അതുവഴി നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റെക്കഗ്നീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഇതിന്റെ വരവ് കൊണ്ടോ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നുള്ള പോക്ക് കൊണ്ടോ ഉണ്ടാവുകയും അതിനൊരു വാല്യൂ കോസ്റ്റ് ഉണ്ടാവുകയും അത് നമുക്ക് റിലയബിൾ ആയിട്ട് മെഷർ ചെയ്യാൻ സാധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് ആ റെക്കഗ്നീഷൻ പ്രോസസ്സ് അവിടെ നടക്കുന്നുള്ളൂ. റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ ഓർ പ്രിൻസിപ്പിൾസ് ഓഫ് അസറ്റ്സ്. ഇനി എന്തൊക്കെയാണ് അസറ്റിന്റെ റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നുണ്ട്. ഇൻ ഓർഡർ ടു ആൻ അസറ്റ് ടു ബി റെക്കഗ്നൈസ്ഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ അസറ്റിനെ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ ഇറ്റ് മസ്റ്റ് മീറ്റ് ദ ഡെഫിനേഷൻ ലേഡ് ഡൗൺ ഇൻ ദ IASB ഫ്രെയിംവർക്ക്. IASB കൊടുത്തിരിക്കുന്ന ഫ്രെയിംവർക്കിൽ അസറ്റിനെ എങ്ങനെയാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം അത് മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്താണ് ഡെഫിനേഷൻ? റിസോഴ്സസ് കൺട്രോൾഡ് ബൈ ദ എൻറ്റിറ്റി ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഈവൻറ്റ്സ് ആൻഡ് ഫ്രം വിച്ച് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ഫ്ലോ ടു ദ എൻറ്റിറ്റി. റിസോഴ്സിനെ നമ്മൾ ഒരു എൻറ്റിറ്റി കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻറ്റിറ്റി കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിലുള്ള റിസോഴ്സ് എന്താണ്? മെറ്റീരിയൽ, മെഷീൻ, മണി, അല്ലെ? ഈ 4 കാര്യങ്ങളെ ഇൻകോർപ്പറേറ്റ് ചെയ്താണ് ഒരു ബിസിനസ് നടന്നു പോകുന്നത്, അല്ലെ? അപ്പൊ ആ ഓരോ റിസോഴ്സിനെയും കൃത്യമായിട്ട് ഒരു എൻറ്റിറ്റിയാൽ കൺട്രോൾ ചെയ്യപ്പെടുകയും എന്തിനു വേണ്ടി കൺട്രോൾ ചെയ്യുന്നു? അതിന്റെ ഫലമായിട്ട് പാസ്റ്റ് ഈവൻസിന്റെ ഒരു റിസൾട്ട് എന്നുള്ള ലെവലിലാണ് നമ്മളിതിനെ കൺട്രോൾ ചെയ്യുകയും അതിൽ നിന്ന് നമുക്ക് ഭാവിയിലേക്ക് എന്തെങ്കിലും എക്കണോമിക് ബെനിഫിറ്റ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതിനെയാണ് എന്ത് പറയുന്നത്? അസറ്റ് എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ ഈ ഒരു ഡെഫിനേഷൻ അല്ലാതെ തന്നെ ഫ്രെയിംവർക്കിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്, കുറച്ച് ക്രൈറ്റീരിയാസ് കൂടി പറയുന്നുണ്ട്. ഒരു അസറ്റിനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുൻപേ ഈ ഒരു ക്രൈറ്റീരിയ കൂടി അവിടെ നോക്കേണ്ടതുണ്ട്. ഫസ്റ്റ് വൺ, ദ ഇൻഫ്ലോ ഓഫ് എക്കണോമിക് ബെനിഫിറ്റ്സ് ടു എൻറ്റിറ്റി ഈസ് പ്രോബബിൾ. അതായത് ആ അസറ്റ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു എക്കണോമിക് ബെനിഫിറ്റ് നമ്മുടെ ഫേമിലേക്ക് ഉണ്ടായിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ആ അസറ്റിന് ഒരു കോസ്റ്റോ വാല്യൂ ഉണ്ടാവുകയും അത് നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ സാധിക്കുകയും വേണം. ഈ ഒരു ഫസ്റ്റ് ക്രൈറ്റീരിയയുമായി ബന്ധപ്പെട്ട് തന്നെ ഇറ്റ് മേക്ക് സെൻസ് ഓഫ് ടു ഓൺലി റെക്കഗ്നൈസ് ആൻ അസറ്റ് ഇഫ് the benefits from its use or sale are likely. ഇനി സെക്കൻഡ് ടെസ്റ്റ് എൻഷുവേഴ്സ് ദാറ്റ്, ആദ്യത്തെ സെറ്റ് നമ്മൾ പറഞ്ഞു കൃത്യമായിട്ട് ആ ക്രൈറ്റീരിയയിൽ പറഞ്ഞിട്ടുണ്ട് അതിന് എന്തെങ്കിലും ഒരു എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാവുക എന്നുള്ളത്, രണ്ടാമതൊരു വാല്യൂ ഉണ്ടാവുക, മെഷർ ചെയ്യാൻ പറ്റും. ഇനി സെക്കൻഡ് ടെസ്റ്റ് എൻഷുർ ചെയ്യുന്നത് എന്താ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പ്രസന്റ് ദ അസറ്റ്സ് ദാറ്റ് ക്യാൻ ബി മെഷർഡ് ഒബ്ജക്റ്റീവ്ലി, നമുക്ക് കൃത്യമായിട്ട് അത് മെഷർ ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഹൗ ഡസ് എ പേഴ്സൺ പ്ലേസ് വാല്യൂ ഓൺ സംതിങ് സബ്ജക്റ്റീവ് സച്ച് ആസ് കസ്റ്റമർ ലോയൽറ്റി ഓർ ഡെഡിക്കേറ്റഡ് എംപ്ലോയി? ഒരു പേഴ്സൺ അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു വാല്യൂ എങ്ങനെയാണ് നമുക്കതിൽ മെഷർ ചെയ്യാൻ പറ്റുക? ഒരു കസ്റ്റമറുടെ ലോയൽറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എത്ര ഡെഡിക്കേറ്റഡ് എംപ്ലോയി ഉണ്ട് എന്നുള്ളതൊക്കെ എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, ഇത്രയാണ് അസറ്റിന്റെ ക്രൈറ്റീരിയ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ലയബിലിറ്റീസ് ആണ്.
അതിൻ്റെ ക്രൈറ്റീരിയ അവിടെ പറയുന്നുണ്ട്. ഇൻ ഓർഡർ ഫോർ എ ലയബിലിറ്റി ടു ബി റെക്കഗ്നൈസ്ഡ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് മീറ്റ് ദ ഫോളോയിങ് ഡെഫിനേഷൻ provided by the framework. A liability is a present obligation of the enterprise arising from past events. മുന്നേ നടന്ന ചില ഈവൻസിൻ്റെയോ ട്രാൻസാക്ഷൻ്റെയോ ഫലമായിട്ട് ഇപ്പം നമ്മൾക്കൊരു ഒബ്ലിഗേഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ബാധ്യത ഉണ്ടായിത്തീരുകയും അതിൻ്റെ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഔട്ട്ഫ്ലോ ആയിട്ടായിരിക്കും എൻ്റർപ്രൈസിൽ നിന്ന് പോവുക. കാരണം അത് സെറ്റിൽ ചെയ്യണമെങ്കിൽ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ അസറ്റ് ആയിട്ടോ നമ്മൾ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. അതൊരു ഔട്ട്ഫ്ലോ ആണ് കാണിക്കുന്നത്. നമ്മുടെ റിസോഴ്സിൻ്റെ ഔട്ട്ഫ്ലോ ഉണ്ടാവുകയും എക്കണോമിക് ബെനിഫിറ്റിന് വേണ്ടി ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് അത് ലയബിലിറ്റി ആയിട്ട് മാറുന്നത്. ഈ ഒരു ഡെഫിനേഷൻ നമുക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രസന്റ് വണ്ണാണ്, അതായത് ഇപ്പം നമുക്കുള്ള ബാധ്യതയാണ്. പക്ഷെ ആ ബാധ്യത എവിടുന്നാണ് വന്നത്? നമ്മുടെ മുന്നേ ഉള്ള ഈവൻസിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ മുന്നേ നടന്ന ട്രാൻസാക്ഷന്റെ ഫലമായിട്ട്. ഇൻ കേസ് ഓഫ് എ ബാങ്ക് ലോൺ ഫോർ ഇൻസ്റ്റൻസ് ദ പാസ്റ്റ് ഈവൻ വുഡ് ബി ദ റെസീറ്റ് ഓഫ് ലോൺ ഓർ പ്രിൻസിപ്പൽ. ഒരു ബാങ്ക് ലോണിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ ബാങ്കിൽ പോയിട്ട് കടം വാങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടുണ്ടാവും. അത് ആ മുന്നേ നടന്ന ആക്ടിവിറ്റി, അതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ഒരു ഔട്ട്ഫ്ലോ അവിടെ ഉണ്ടാവുന്നത്. കാരണം അവിടെ ഒബ്ലിഗേഷൻ വരുന്നുണ്ട്. ആ ലോൺ നമുക്ക് കൃത്യമായിട്ടുള്ള ഡേറ്റിൽ എന്താണ് നമുക്ക് അടച്ചു വീട്ടണം എന്നുള്ളൊരു ഒബ്ലിഗേഷൻ അവിടെ വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. കോൺവേഴ്സ്ലി എ ലയബിലിറ്റി മെ നോട്ട് ബി റെക്കഗ്നൈസ്ഡ് ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് എ ഫ്യൂച്ചർ ഒബ്ലിഗേഷൻ സച്ച് എ ബാങ്ക് ലോൺ എക്സ്പെക്റ്റഡ് ടു ബി ടേക്കൺ ഇൻ 2 years ടൈം. അതായത് നമുക്കതൊരു എക്സ്പെക്റ്റേഷൻ്റെ ഫലമായിട്ട് നമുക്കൊരു ഫ്യൂച്ചർ ഒബ്ലിഗേഷനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടൊന്നും നമുക്ക് അവിടെ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. കൂടാതെ ഈ ഒരു ഫ്രെയിം വർക്കിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ഔട്ട്ഫ്ലോ ഓഫ് റിസോഴ്സസ് എംബോഡിയിങ് എക്കണോമിക് ബെനിഫിറ്റ്. എന്തെങ്കിലും ഒരു എക്കണോമിക് ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു റിസോഴ്സ് ഔട്ട്ഫ്ലോ അവിടെ ഉണ്ടാവേണ്ടത്. അതേപോലെ തന്നെ അതിൻ്റെ കോസ്റ്റ് ഓഫ് വാല്യൂ ആ ഒബ്ലിഗേഷൻ്റെ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കണം. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ലോജിക്കൽ ടു റെക്കഗ്നൈസ് ദ ലയബിലിറ്റി ഓൺലി ഇഫ് ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് ദ എൻറ്റിറ്റി വിൽ ബി റിക്വയർഡ് ടു സെറ്റിൽ ഇറ്റ്. നമുക്ക് ഒരു എൻറ്റിറ്റിക്ക്, ഒരു സ്ഥാപനത്തിന് ബാധ്യത ഉണ്ടാവുകയും തിരിച്ചറിയുകയും അത് സെറ്റിൽ ചെയ്യാനുള്ളൊരു ഉത്തരവാദിത്തം അവിടെ ഉണ്ടാവുകയും ചെയ്യണം. രണ്ടാമത്തെ ടെസ്റ്റിൽ പറയുന്നത് ഓൺലി ലയബിലിറ്റീസ് ദാറ്റ് ക്യാൻ ബി ഒബ്ജക്റ്റീവ്ലി മെഷേർഡ് ആർ റെക്കഗ്നൈസ്ഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അത് റെക്കഗ്നൈസ് ചെയ്യപ്പെടുകയും അത് കൃത്യമായിട്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് എൻഷുർ ചെയ്യാനും സാധിക്കണം. If an obligation meets the definition of liability but fails to meet the recognition criteria, it is classified as a contingent liability. ഇനി ആ ഒരു ഒബ്ലിഗേഷൻ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ അതിൻ്റെ റെക്കഗ്നീഷൻ അത് മീറ്റ് ചെയ്യാൻ, ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാൻ അത് സാധിച്ചിട്ടില്ലെങ്കിൽ അതിനെ കണ്ടിജന്റ് ലയബിലിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഒരിക്കലും contingent liability is not presented as a liability in the statement of financial position. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, അതായത് ബാലൻസ് ഷീറ്റിൽ ഒരിക്കലും കണ്ടിജന്റ് ലയബിലിറ്റി എന്നൊരു കാര്യം അവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഈസ് ഇൻസ്റ്റഡ് ഡിസ്ക്ലോസ്ഡ് ഇൻ ദ നോട്ട്സ് ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിൽ അത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് എഴുതില്ല കണ്ടിജന്റ് ലയബിലിറ്റി, പക്ഷേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ താഴെ ഒരു കുറിപ്പായിട്ട് അല്ലെങ്കിൽ ഒരു നോട്ടായിട്ട് നമ്മളവിടെ കാണിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമ്മൾ അസറ്റും ലയബിലിറ്റിയുടെയും ക്രൈറ്റീരിയ, റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് റവന്യൂ റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ? അതായത് ഒരു എക്കണോമിക് ബെനിഫിറ്റ് കൂടി വന്നിട്ടുണ്ടാവുക, ദെർബൈ ഇക്വിറ്റി ഇൻക്രീസസ്. ഇക്വിറ്റി ഇൻക്രീസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് നമുക്കൊരു സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതവിടെ റവന്യൂ ആണ്. അസറ്റ് കൂടുകയും ലയബിലിറ്റി കുറഞ്ഞാലും അതെന്താണ്? ഒരു റവന്യൂ ആയിട്ട് നമുക്ക് കണക്കാക്കാം. റവന്യൂ ഡസ് നോട്ട് ഇൻക്ലൂഡ് കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ഇക്വിറ്റി പാർട്ടിസിപ്പൻസ്. ഇനി അവിടുത്തെ ഓണേഴ്സ് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഒരിക്കലും റവന്യൂ ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അസറ്റ് കൂടാം, ലയബിലിറ്റി കുറയാം, എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടായിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് റവന്യൂ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുള്ളൂ. ഇനി എക്സ്പെൻസ് റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എക്കണോമിക് ബെനിഫിറ്റ് കുറയുക. നമ്മൾ അസറ്റ് എന്താണോ പഠിച്ചത് അല്ലെങ്കിൽ റവന്യൂ എന്താണോ പഠിച്ചത് നേരെ ഓപ്പോസിറ്റ് ആണ് എക്സ്പെൻസ് വരുന്നത്. കാരണം എക്കണോമിക് ബെനിഫിറ്റ് അവിടെ ഇൻക്രീസ് ചെയ്യാണ്, ഇവിടെ എന്താ ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യണം. ഒരു അസറ്റ് ഡിക്രീസ് ചെയ്യുക, എക്കണോമിക് ബെനിഫിറ്റ് ഡിക്രീസ് ചെയ്യാം. അതേപോലെ എക്കണോമിക് ബെനിഫിറ്റ് ഡിക്രീസ് ചെയ്യുന്നത് എന്താ? ഒന്നില്ലെങ്കിൽ നമ്മുടെ ബാധ്യത കൂടുമ്പോഴാണ് ആ ബെനിഫിറ്റ് കുറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അസറ്റിന്റെ വാല്യൂ കുറയുമ്പോഴാണ് ആ ഒരു ബെനിഫിറ്റ് അവിടെ കുറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്നില്ലെങ്കിൽ അസറ്റ് ഡിക്രീസ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലയബിലിറ്റി ഇൻക്രീസ് ആയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ പറഞ്ഞിരിക്കുന്ന അതർ റെക്കഗ്നീഷൻ പ്രിൻസിപ്പിൾസ് ഒക്കെ ഇവിടെ കുറച്ചിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും കൂടാണ്ട് ദർ ആർ സം പ്രിൻസിപ്പിൾസ് ഓഫ് റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? വൺ ഈസ് റവന്യൂ റെക്കഗ്നീഷൻ പ്രിൻസിപ്പിൾ. ഈ ഒരു
പ്രിൻസിപ്പിളിൽ പറഞ്ഞിരിക്കുന്നത് എപ്പോഴാണ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത്? വെൻ എ സെയിൽ ഈസ് മെയ്ഡ് ഓർ സർവീസ് ഈസ് റെൻറ്റഡ് ടു കസ്റ്റമർ. ഒരു കസ്റ്റമർക്ക് നമ്മൾ സാധനങ്ങൾ വിൽക്കുകയോ സേവനങ്ങൾ നൽകുകയോ ചെയ്യുമ്പോഴാണ് റവന്യൂ അവിടെ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത്. വെദർ ഇറ്റ് ഈസ് എ ക്യാഷ് സെയിൽസ് ഓർ ക്രെഡിറ്റ് സെയിൽ ഓർ ആൻ ഇൻസ്റ്റാൾമെന്റ് സെയിൽ. ആ സെയിൽ എങ്ങനെ വേണമെങ്കിലും ആവാം. നമ്മൾ പൈസ കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങുക, അല്ലെങ്കിൽ കടത്തിന് സാധനങ്ങൾ വിൽക്കുക, അതല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ബേസിൽ സെയിൽ നടത്തുക. അവിടെ സെയിൽ ഉണ്ടായിരിക്കണം എന്നേ ഉള്ളൂ. അത് ക്യാഷോ ക്രെഡിറ്റോ ഇൻസ്റ്റാൾമെന്റോ എന്ത് വേണമെങ്കിലും ആവാം. This means that revenue realization does not necessarily mean the revenue must be realized in cash. ഇതിന്റെ അർത്ഥം എന്താണ്? അവിടെ ഒരു കച്ചവടം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലമായിട്ട് കിട്ടുന്ന ക്യാഷ് അപ്പം തന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ റവന്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ എന്ന നിർബന്ധമില്ല. ഇഫ് എ ഫേം ട്രാൻസ്ഫേഴ്സ് ഓർ സെൽ ഗുഡ്സ് ഇൻ മാർച്ച് ആൻഡ് റിസീവ്സ് ക്യാഷ് ഇൻ മേ, റവന്യൂ വിൽ ബി കൺസിഡേർഡ് ആസ് ഏൺഡ് ഓർ റിയലൈസ്ഡ് ഇൻ മാർച്ച്. ഒരു ഫേമിൽ കുറച്ച് സാധനങ്ങളുണ്ട്, അത് മാർച്ചിൽ നമ്മൾ സെയിൽസ് നടത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പം നമുക്ക് വരുമാനം ഒന്നും കിട്ടിയിട്ടില്ല, അതിൻ്റെ ക്യാഷ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ കിട്ടിയിരിക്കുന്നത് മെയ്യിലാണ് ക്യാഷ്. പക്ഷെ എന്നാലും മാർച്ചിൽ നമ്മൾ സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ റവന്യൂ റെക്കഗ്നൈസ് ചെയ്തതായിട്ട് തന്നെ മാർച്ചിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ കൺസിഡർ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഗുഡ്സ് നമ്മുടെ നിന്ന് പോയിട്ടുണ്ട് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അത് അപ്പം തന്നെ സെയിൽ നടന്നതായിട്ടാണ് അവിടെ കാണിക്കുന്നത്. IFRS gives certain criteria for identifying the critical event for recognizing revenue of the sale of goods. അതിൽ കുറച്ച് ക്രൈറ്റീരിയ പറയുന്നുണ്ട് സെയിൽ ഓഫ് ഗുഡ്സുമായി ബന്ധപ്പെട്ടിട്ട്. ഒന്ന്, റിസ്ക് ആൻഡ് റിവാർഡ് ഹാവ് ബീൻ ട്രാൻസ്ഫേർഡ് ഫ്രം ദ സെല്ലർ ടു ദ ബയർ. കാരണം റിസ്ക്കും റിവാർഡും സെല്ലറിൽ നിന്ന് എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവേണ്ടത്? ബയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കണം. സെല്ലർ ഹാസ് നോട്ട് കൺട്രോൾ ഓവർ ദ ഗുഡ്സ് സോൾഡ്. ഒരിക്കൽ നമ്മളൊരാൾക്ക് ആ സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമുക്കൊരു കൺട്രോളിങ്ങും സെല്ലർക്ക് ഉണ്ടാവാൻ പാടില്ല. കളക്ഷൻ ഓഫ് പേയ്മെന്റ് ഈസ് റീസണബിളി അഷ്വേർഡ്. ഇനി അത് വിൽക്കുന്നതിൻ്റെ ഭാഗമായി നമുക്ക് കിട്ടാനുള്ള പേയ്മെന്റ് കൃത്യമായിട്ട് നമുക്ക് അഷ്വർ ചെയ്യാൻ സാധിക്കുക, ഉറപ്പുവരുത്താൻ സാധിക്കുക. എമൗണ്ട് ഓഫ് റവന്യൂ ക്യാൻ ബി റീസണബിളി മെഷേർഡ്. ഇനി ആ നടന്ന വിൽപ്പന എത്ര രൂപയാണ്, എമൗണ്ട് ഓഫ് റവന്യൂ, അത് റീസണബിളി മെഷർ ചെയ്യാൻ നമുക്ക് അത് കൃത്യമായിട്ട് എത്തുകയെന്നുള്ളത് മെഷർ ചെയ്യാൻ സാധിക്കണം. കോസ്റ്റ് ഓഫ് ദ ഏർണിംഗ് ദ റവന്യൂ ക്യാൻ ബി റീസണബിളി മെഷേർഡ്. ഇനി ആ ഒരു ഏൺ ചെയ്യാൻ വന്ന കോസ്റ്റ്, ഏർണിംഗ് ദ റവന്യൂ, ആ ഒരു റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി വന്ന കോസ്റ്റ് ഉണ്ടെങ്കിലും അത് മെഷർ ചെയ്യപ്പെടണം എന്നുള്ളതാണ് പറയുന്നത്. Another principle of recognition is that an entity has to prepare its financial statements except for cash flows information using the accrual basis of accounting. ഇനി വേറൊരു റെക്കഗ്നീഷൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എൻറ്റിറ്റി അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്യാഷ് ഫ്ലോ ഇൻഫർമേഷൻ ഒഴികെ ബാക്കിയെല്ലാം പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണ് യൂസ് ചെയ്യേണ്ടത്. ക്യാഷ് ഫ്ലോവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അല്ലാത്ത ബാക്കി കാര്യങ്ങളെല്ലാമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുക. അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാം അക്രൂവൽ ബേസിസിലായിരിക്കും അക്കൗണ്ട്സിൽ കാണിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് എടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ എലമെൻറ്റ്സ്, പ്രധാനപ്പെട്ട 5 എലമെൻറ്റുകൾ, അതിൻ്റെ ഡെഫിനീഷൻ, ഇനി ഓരോന്നും എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, അസറ്റിനെ എപ്പോഴാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്, ലയബിലിറ്റി എപ്പോഴാണ് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത്, അതുപോലെ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യണം, എക്സ്പെൻസ് റെക്കഗ്നൈസ് ചെയ്യണം, മറ്റുള്ള കാര്യങ്ങൾ, ഇത്രയൊക്കെ റെക്കഗ്നീഷൻ കൂടാതെ തന്നെ പറഞ്ഞിരിക്കുന്ന റവന്യൂവിനെ കുറിച്ചൊക്കെയാണ് വീണ്ടും കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്ര മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് സാധിക്കുന്ന പക്ഷം അതെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക്